മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മർമ്മപ്രധാനമായ ഒരു കർമ്മമാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത്. അധികം ആളുകൾക്കും അത് പരിചയമുണ്ടാവില്ല. നല്ല പരിചയമുള്ള ആളുകളാണെങ്കിൽ എല്ലാം എവിടെയും അതിൻ്റെ ചുളിവില്ലാത്ത രീതിയിൽ അവസാനത്തെ യാത്രയായി പോകുമ്പോൾ നല്ല ഭംഗിയിൽ വസ്ത്രം എടുത്തു കൊണ്ട് കൊടുക്കാൻ നമ്മുടെ പല ആളുകൾക്കും സാധ്യമാണെങ്കിലും പല ആളുകൾക്കും അത് പരിചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില മയ്യിത്തുകളെ കൊണ്ടുവരുമ്പോൾ അത് കീസിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന മാതിരിയാണ്. അതായത് ശരിക്കും വസ്ത്രങ്ങളൊക്കെ അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അത് കഫൻ ചെയ്യാൻ പല ആളുകൾക്കും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ അവസാനത്തെ ഒരു യാത്രയാണത്. ആ യാത്രക്കുള്ള വസ്ത്രങ്ങൾ ശരിക്കും നല്ല രീതിയിൽ ധരിച്ചു കൊടുക്കണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കഫന അഹദുക്കും മഖാഉ ഫൽയുഹ്സിൻ കഫന. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾ നിങ്ങളുടെ സഹോദരനെ കഫൻ ചെയ്താൽ നല്ല രീതിയിൽ ഫൽയുഹ്സിൻ കഫന, കഫൻ ചെയ്യുന്നതിനെ നന്നാക്കണം, നല്ല രീതിയിൽ കഫൻ ചെയ്യണം. എന്താ കാരണം എന്നറിയാം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അഹ്സിനൂ കഫന മൗതാക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ കഫൻ കൂടെ അത് നല്ല രീതിയിൽ ധരിപ്പിക്കണം. നിങ്ങൾ ഫഇന്നഹും യതബാഹൗന വയതസാവറൂന ബിഹാ ഫീ ഖുബൂരിഹിം, അവർ അതിലൂടെയാണ് എല്ലാവരെയും ഖബറിൽ സന്ദർശിക്കുന്നതും അവർ അതിലൂടെയാണ് അഭിമാനം നടിക്കുന്നതും. ഏതെങ്കിലും വളരെ മോശമായ രീതിയിലുള്ള കോറത്തുണി നിർത്തുകൾ പറഞ്ഞേക്കരുത്. ആളുകൾക്കനുസരിച്ച് കൊണ്ടുള്ള തുണിയാവണം. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും മരിച്ചില്ലേ, ഇനി എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു തുണി ഒരു താഴ്ന്ന സൈസ് ഒരു തുണി കൊണ്ടുവന്നുകൊണ്ട് പൊതിയാൻ വന്നതല്ലാതെ ഏതെങ്കിലും ഇന്നൽ ഹയ്യ അഹഖ്ബിൽ ജദീദി മിൽ മയ്യിത്ത് ഇന്നമഹുൽ മുഹ്ല എന്നൊക്കെ ഉണ്ട്. അതായത് ഒരു മയ്യിത്ത് അത് ധരിച്ചു പോകാനുള്ളതാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തൂർമയുള്ളതാവണം, അതുപോലെ തന്നെ ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള വില പിടിപ്പ് എന്നുള്ളതല്ല, ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമാവണം. ആ രീതിയിൽ നിങ്ങൾ അവരെ മറവ് ചെയ്യുമ്പോൾ നിങ്ങൾ കഫൻ ചെയ്യണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നളാഫത്തുഹു വനഖാഹു വകിസാഫത്തുഹു, ഇടതൂർന്നതായിരിക്കണം, അതുപോലെ നല്ല വൃത്തിയുള്ളതായിരിക്കണം. തന്നെയുമല്ല വകൗനുഹു മിൻ ജിൻസിൽ ബാസി ഫിൽ ഹയാ, ജീവിതകാലത്ത് അവൻ ധരിക്കുന്ന ഏതാണോ വസ്ത്രം ആ ഒരു രീതിയിൽ അവന് ഇണങ്ങുന്ന വസ്ത്രമാവണം. ഈ ഒരു രീതിയിലുള്ള വസ്ത്രങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവനെ കഫൻ ചെയ്യേണ്ടത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എത്ര വസ്ത്രത്തിലാ കഫൻ ചെയ്യേണ്ടത്? പല ആളുകളും ഇത് പലപ്പോഴുമായി തർക്കിക്കാറൊരു വിഷയമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത് എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كفن في 3 أثواب. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യപ്പെട്ടത് എന്ന്. യമാനിയ, അത് യമനിൽ നിർമ്മിച്ചതാണ്. അത് മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ യമാനിയ, വെളുത്തതാണത്. മിൻ കുർസുഫിൻ, അത് പരുത്തിയാണ്, കോട്ടനാണ്. കോട്ടൺ തുണിയിലാണ്. നമ്മളൊക്കെ ആരും പോളിസ്റ്ററിലൊന്നും മറവ് ചെയ്യാറില്ല. കോട്ടൺ തുണിയിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തത്. മിൻ കുർസുഫ് ലൈസ ഫീഹാ ഖമീസും വലാ ഇമാമ, ഖമീസ് ആണുങ്ങൾക്ക് വേണമെങ്കിൽ പറ്റാവുന്നതാണ്. ഒരു ഖമീസ് വേണമെങ്കിൽ ഇടാം. അതിൻ്റെ പുറത്ത് 3 വസ്ത്രവും അതിൻ്റെ പുറത്ത് തലപ്പാവും 5 എണ്ണമാണ്. അധികരിച്ചു പോയാൽ 5 എണ്ണമാണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ 3 എണ്ണമാണ് നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു റസൂലിനെ 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയായ പ്രിയപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. തന്നെയുമല്ല മഹാനായി പഠിപ്പിക്കാൻ, മൻ കഫന മയ്യിതൻ കസാഹുല്ലാഹു മിൻ സുന്ദുസിൻ വൈസ്തബറഖിൻ ഫിൽ ജന്ന. നമ്മൾക്ക് കഫൻ ചെയ്യുന്ന ആളുകളാണ്. ഏതെങ്കിലും ആളുകൾക്ക് നല്ല രീതിയിലുള്ള കഫൻ തുണി മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് വളരെയേറെ, അത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ മിൻ സുന്ദുസിൻ കസാഹുല്ലാഹു, അല്ലാഹു അവനെ ധരിപ്പിക്കുന്നതാണ്. മിൻ സുന്ദുസിൻ, നല്ല മിനുസമുള്ള പട്ടും കട്ടിയുള്ള പട്ടുകൾ അടക്കമുള്ള വസ്ത്രങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവൻ ധരിപ്പിക്കുന്നത് എന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്.
ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ എങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത് എന്ന രീതിയിലാണ് കഫൻ ചെയ്യേണ്ടത്. ചില മയ്യിത്തുകളൊക്കെ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ വലതു ഭാഗത്തേക്ക് ലാസ്റ്റ് മടക്കി വെച്ചതായി കാണാവുന്നതാണ്. അത് അറിവില്ലാത്ത ആളുകൾ കഫൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ്. നമ്മൾ എപ്പോഴും വലത്തേതിന് മുന്തിക്കണമെന്നാണല്ലോ തയാമുൻ, വലത്തതിന് മുന്തിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാം വെളുത്തതാണ്, എന്ത് നല്ല കാര്യം ചെയ്യാനും വെളുത്തതാണ്. തുണി ഉടുക്കാനും വലതുഭാഗമാണ് ആദ്യം മുന്തിക്കേണ്ടത്, വലതുഭാഗത്തേക്കാണ് ആദ്യം മുന്തിക്കേണ്ടത്. അപ്പോഴാണ് ഇടതു ഭാഗത്തേക്ക് അവസാനം വരിക. ആദ്യമായി രണ്ട് തുണിക്ക് രണ്ട് തലയാണുള്ളത്. ഒരു തല ആദ്യം വെളുക്കുന്നത് ഇടതു ഭാഗത്തേക്ക് വെക്കുമ്പോഴാണ് വലതു ഭാഗത്തേക്ക് കാണുന്ന വലതു ഭാഗത്തേക്ക് മറ ഉയരുന്നത്. ഇടതു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് വലതു ഭാഗത്തേക്ക് വെക്കുമ്പോൾ മുന്തിച്ചു വലത്തതിന്. എന്നിട്ട് ഇടത്തെ ഭാഗം എടുത്തിട്ട് പിന്നെ വലത്തെ ഭാഗം എടുത്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് വെക്കുകയാണ്. രണ്ടാമതാണതും. ഒന്നാമത് മുന്തിച്ചത് പല ആളുകളും അത് അറിയാതെ പോയതാണ്. ചില ആളുകൾ പറയും വലത്തോട്ടല്ലേ തുണി എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വലത്തേട്ട് കുത്തുന്നുണ്ട്. അതിനെല്ലാം തുണി ഇടുകയാണെന്ന് പറയാം. തുണിയുടെ തല രണ്ട് തലയുണ്ട്. ആദ്യമായി വെക്കുന്ന തുണിയുടെ ഭാഗം വലത്തോട്ടായിരിക്കണം. രണ്ടാമതാണ് ഇടത്തോട്ട് വരുന്നത്. അപ്പോഴാണ് ഇടത്തോട്ട് തുണി എടുക്കുമ്പോഴാണ് വലത്തോട്ട് എടുത്തവനായി മാറുക എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഒരു മയ്യിത്തിനെയും കഫൻ ചെയ്യേണ്ടത്. അപ്പൊ കഫൻ ചെയ്യുമ്പോൾ ആദ്യം വലതു ഭാഗത്തു നിന്നെടുത്ത് വലതു ഭാഗത്തേക്ക് എടുക്കണം. പിന്നീട് വലതു ഭാഗത്തിൽ നിന്ന് ഇടതു ഭാഗത്തേക്കണം. ഒന്ന്. രണ്ടാമത്തതും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തതും അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ഇടതു ഭാഗത്തേക്ക് വരുന്നത്. ചില ആളുകൾ അത് മനസ്സിലാക്കാതെ പോയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഈ കഫം പുട ചില ആളുകൾ, എൻ്റെ വീട്ടിൽ കഫം പുടയുണ്ട്, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അത് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചില വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കും. നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ മഹാന്മാർ അത്തറുകളുണ്ടെങ്കിൽ കഫം പടങ്ങൾ ഒരുക്കി വെക്കൽ സുന്നത്തുണ്ടോ? സുന്നത്തൊന്നുമില്ല, വലിയ പുണ്യമുള്ള കാര്യമല്ല. എന്നാൽ നമ്മളൊക്കെ എൻ്റെ പുരയിൽ എനിക്കുള്ള കഫം പടം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഫൻ എന്ന് പറഞ്ഞൊരു ബെഡ് ഒരു ബോക്സ് അത് വെച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ വെക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ മക്കയിലും മദീനയിലും ഒക്കെ ഇങ്ങനെ പോകുമ്പോഴും ഉംറക്കോ ഹജ്ജിനൊക്കെ എടുക്കുന്ന തുണികൾ ഞാൻ പോയിട്ട് പിന്നെ തുണിക്കടയിൽ പോയിട്ട് ശരിക്കും അളന്നിട്ട് പൊതിയാനും പിടിച്ച് കെട്ടാനൊക്കെ ഉള്ള വസ്ത്രം ഞാൻ മേടിച്ചു പോകാറുള്ളത്. ഞാനത് പോകുമ്പോൾ എൻ്റെ മനസ്സുള്ള കാരണം ഇതെല്ലാം ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം, അതേ വസ്ത്രത്തിൽ തന്നെ മറവ് ചെയ്യണം. ഒരു താല്പര്യമാണത്. അങ്ങനെയുള്ള വിഷയങ്ങൾ വേണമെങ്കിൽ കഫം പോലെ പാത്തുവക്കൽ പ്രത്യേകമായ സുന്നത്തില്ല എങ്കിലും ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് കൊടുക്കുന്ന കഫൻ തുണി ഒരുപക്ഷെ ഹറാമായ കാശ് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കളൊന്നും അത്ര പോരാ. മക്കളെ പൈസ കൊണ്ടായിരിക്കും പരീക്ഷ മേടിക്കുക. അവരൊക്കെ പല ഹറാമിലൂടെയും ബിസിനസ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അവന്റെ സഹോദരങ്ങൾ അവർ ഹറാമുമായി ബന്ധപ്പെടുന്നവരാണ്. അവരെനിക്ക് മരിച്ചാൽ കഫൻ തുണി എടുക്കുന്നവരുടെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. അവർ പോയി തുണി എടുക്കുമ്പോൾ അവരെ കാശ് ഹലാലാവില്ല, ഹറാമാണ്. ആ ഹറാമായ കാശ് കൊണ്ടാണ് എൻ്റെ അവസാനത്തെ മുണ്ടെടുക്കുന്നത് എന്നുള്ള പേടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നേരത്തെ മേടിച്ചു വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നന്മയുള്ള ഏതെങ്കിലും സാദാത്യങ്ങൾ തന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാർ തന്നതാണ്, അങ്ങനെ തന്നതാണ്. അല്ലെങ്കിൽ ഹജ്ജിനും ഉംറക്കും ഒക്കെ പോയി മക്കയിലും മദീനൊക്കെ പോയി എടുത്ത വസ്ത്രമാണ്. അതിൽ പുണ്യമുള്ളതാണല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്നാൽ അത് നല്ലതുമാണ്. കഴുകിയ വസ്ത്രമാകണം നമ്മൾ മറവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വസ്ത്രം കഴുകിയതാവണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. 3 വസ്ത്രമാണ് ഒരു പുരുഷന് വേണ്ടത്. ഓരോ വസ്ത്രവും എല്ലാം ശരീരത്തെ മൊത്തം മൂടുന്നതാവണം. നമ്മൾ ചിലപ്പണ്ട് അടിയത്തെ തുണി കാലെത്തൂല, ചെറുത്ത് അടിയിൽ വെക്കുക, വലുത് മുകളിൽ വെക്കുക എന്ന് പറഞ്ഞ് അടിയത്തെ തുണി ചിലപ്പോൾ കാല് മറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തല മറിഞ്ഞിട്ടുണ്ടാവില്ല, അതുപോലെ ചിലപ്പോൾ തുന്നി ഇങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. ഇങ്ങനെയാണ് അടിയത്തതുണ്ടാകുക. 3ാമത്തത് കൊണ്ട് മുഴുവനാക്കലാണ്. മഹാന്മാരെ പഠിപ്പിക്കുന്നത് വാക്കാണിത്. ഓരോന്നും ശരീരം മുഴുവനും മറക്കുന്നതാവണം. തല പിടിച്ച് കെട്ടാനും കാല് പിടിച്ച് കെട്ടാനും എത്ര വലിയ വയറുള്ളവനാണെങ്കിലും അവന്റെ വയറ് കവർ ചെയ്യാനും പറ്റുന്നതായിരിക്കണം. ഇങ്ങനെയുള്ള കഫൻ തുണിയായിരിക്കണം.
വേണമെങ്കിൽ ഒരു കമീസും ഒരു തലയെക്കെട്ടും ഒക്കെ പറ്റും. പെണ്ണുങ്ങളാണെങ്കിലോ ഒരു അടിയുടുപ്പ് വേണം, ഒരു നിസ്കാരക്കുപ്പായം വേണം, ഒരു മുഖമക്കനം വേണം. അപ്പം 3 പിന്നെ നേരി 2 തുണിയും വേണം. 2 തുണിയാണ് പെണ്ണിന് വേണ്ടത്. ഒരു കമീസുമായി മുഖമക്കനും 5 ആണിനും 3 വേണമെങ്കിൽ ആണിനും 5 ഒരു തലപ്പാവും ഒരു കമീസും അത് വേണ്ടെന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഓരോന്നും ഇങ്ങനെയാവണം. കാരണം ഇതെന്താന്ന് പറയുന്നത്, നിങ്ങൾ സമ്പാദ്യം മുതലിൽ നിന്ന് 3 അത് മാത്രമല്ല അതിലെപ്പോഴും ഫർദാന. ആകെയുണ്ടാക്കിയ സമ്പത്തുകൾ കോടീശ്വരനാവാം, പക്ഷെ അവന് കിട്ടിയ തുണിയായത് ഈ തുണിയും കൊണ്ടാ പോണത്. അതൊന്ന് ആകെ മൂടുന്നത് ആക്കാൻ എന്താ പ്രയാസമുള്ളത്? ഒരു ഫാമിലിയിൽ നല്ല തുണിക്കട നടത്തുന്ന ഒരു വലിയ പണക്കാരന്റെ മയ്യത്ത് കഫൻ ചെയ്യാൻ ഞാൻ അടുത്ത് നിന്നതാണ്. കഫൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ടു. ഇതേ കണ്ടെന്നറിയും, 1ാമത്തെ തുണിയും 2ാമത്തെ തുണിയൊക്കെ പൊതിഞ്ഞു നോക്കുമ്പോഴേ വയറ് കുറേയുള്ള ആളാണ്. സാധാരണ എടുക്കുന്ന തുണിയാണ് അവർ കൊണ്ടുവന്നത്. ആദ്യം ടെക്സ്റ്റൈൽസുകളൊക്കെ സാധാരണ ആളുകൾ പൊതിയാനുള്ളതാണ്. ഇത് കുറച്ച് തടിയുള്ള മനുഷ്യനാണ്. തടിയുള്ള അതുകൊണ്ട് അത് ഈ പറയുന്ന ഈ കടയിൽ പോയപ്പോൾ പ്രത്യേകം പറഞ്ഞില്ല. അതുകൊണ്ട് നല്ലൊരു തുണിക്കട നടത്തുന്ന ഫാമിലിയുള്ള നല്ലൊരു പണക്കാരൻ മരണപ്പെട്ടപ്പോൾ അവസാനം അത് പിടിച്ച് സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചിട്ടാണ് പിന്നീട് കാണുന്നത് വിടുകയാണ്. ഇത്ര വലിയ ദയനീയമാണത്. ഓരോ വസ്ത്രവും ശരീരം മുഴുവൻ മറയുന്നതാവണം. തടിയുള്ള ആളുകൾ ആരെങ്കിലും മരണപ്പെട്ടാൽ നല്ലോണം മരിച്ച് കഫൻ ചെയ്യുമ്പോഴല്ല, അതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അഥവാ നമ്മളെ സുഹൃത്ത് കുറച്ച് വണ്ണുള്ള ആളാണ്, അതുകൊണ്ട് സാധാരണ കഫൻ തുണി അവന് പോരാ. അതുകൊണ്ട് നല്ല ടൈലെടുത്ത് പോയി നല്ല വീതിയിൽ അത് അടിച്ചുകൊണ്ട് വീതി കൂട്ടണം. എന്നിട്ട് അതാണ് അവനെ കഫൻ ചെയ്യാൻ വേണ്ടത്. കഫൻ ചെയ്യുമ്പോൾ പിടിയും വലിയും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് മറച്ച് ഒപ്പിക്കലല്ല, അത് തെറ്റാകുന്നു. എല്ലാം 3 ശരീരം മൂടണം. ഇതൊക്കെ കഫൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഇത് മഹാന്മാര് പഠിപ്പിച്ച. നേരെ മറിച്ച് ഷഹീദ് മറ്റുള്ളവരാണെങ്കിൽ അവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഈ കഫൻ പുറയിൽ ചില ആളുകൾ നിർബന്ധം പിടിച്ചിരുന്നു. ഒരു പെണ്ണ് വന്ന് മഹാനായ നബിയോട് പറഞ്ഞു, നബിയെ, അള്ളാന്റെ റസൂലിന്റെ കാലത്തൊരു പെണ്ണ് വന്ന് പെണ്ണ് നബിക്ക് ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുത്തു. മൻസൂലത്തിൻ അള്ളാന്റെ റസൂലിനോട് പോയ പെണ്ണ് പറഞ്ഞു, നബിയെ, ഇത് നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് നെയ്തുണ്ടാക്കിയ തുണിയാണിത്. ഇത് നിങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അങ്ങനെ ചില താല്പര്യമുണ്ടാകും. സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ അത് പ്രവാചകന്റെ ശരീരത്തിൽ ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ ഒരാൾക്ക് ഹദിയ കൊടുത്ത എന്തെങ്കിലും ഒരു മോതിരമോ ഒരു കുപ്പായോ വാച്ചോ കെട്ടി നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്നതുപോലെ അള്ളാന്റെ റസൂൽ ധരിച്ചു നടക്കാൻ പുണ്യം കിട്ടാൻ വേണ്ടി ധരിച്ചു ധരിക്കുന്നത് സന്തോഷമുള്ളൊരു പെണ്ണ് വന്നിട്ട് കൊടുത്തു. നബിയെ, ഇത് നിങ്ങൾക്ക് ധരിക്കാനുള്ളതാന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ അത് ഓടിക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹ് റസൂൽ ആവശ്യമുണ്ടായിരുന്നു, ധരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വസ്ത്രം മേടിച്ചു. നബിക്കും സന്തോഷമായി. നല്ലൊരു തുണി അതുമായി മഹാനായ നബി ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ മഹാന്മാര് പറയാണ്, ഒരു ദിവസം നബി ആ പെണ്ണ് കൊടുത്ത വസ്ത്രവുമായാണ് വരുന്നത് സദസ്സിലേക്ക്. ഒരാൾ പറഞ്ഞു, ഓ, നല്ല ഭംഗിയുണ്ടല്ലോ നബി അങ്ങയുടെ വസ്ത്രം, നല്ല ഭംഗിയുള്ള. ഉടനെ തന്നെ ആള് പറഞ്ഞു, നബിയെ, നിങ്ങൾ നല്ല ഭംഗിയുണ്ടല്ലോ നിങ്ങളെ ഈ വസ്ത്രം, നിങ്ങളെ ഈ പുതപ്പ് നല്ല വസ്ത്രം, നല്ല വസ്ത്രമാണ് നിങ്ങളെടുത്ത തുണി, ഇത് എനിക്ക് നിങ്ങൾ തരുമോ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോടാണ് ചോദിക്കുന്നത് സഹാബി. ആളുകൾക്കൊക്കെ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു മോശം തോന്നിയേ. ഒരു ഇഷ്ടമുള്ള തുണി ഒരാൾ ഹദിയ കൊടുത്തിട്ട് ഒരു പെണ്ണ് സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയൊരു തുണി അത് പ്രവാചകൻ ഇങ്ങനെ ധരിച്ചു നടന്നിട്ട് അത് ചോദിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മുഖം ചൊടിച്ചു പോയി കൂടെയുള്ള സഹാബാക്കളൊക്കെ. അവർ പറഞ്ഞു, നീ ചെയ്തത് ശരിയായില്ല. അള്ളാന്റെ റസൂലിന് ഒരാളോട് തുണി കൊടുത്തിട്ട് പ്രവാചകന് ഭയങ്കര ഇഷ്ടവും താല്പര്യമാണ്.
ഇതുമായി റസൂൽ അങ്ങനെ പോകുമ്പോഴേ നിങ്ങളിത് ചോദിച്ചില്ലേ? നബിക്ക് എന്തൊരു താല്പര്യമാണ് ആ വസ്ത്രം ധരിക്കുമ്പോന്നറിയോ? ആ പെണ്ണ് കൊടുത്തതല്ലേ, ചോദിച്ചല്ലോ നീ അത് എന്ന് മറ്റുള്ളവർ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഒരാൾക്കും മടക്കൂല എന്നുള്ളത് നിനക്കറിഞ്ഞൂടെ? എന്ത് ചോദിച്ചാലും അതപ്പ കൊടുക്കും. അത് പെണ്ണ് നബിയുടെ സ്വഭാവമാണ്. എത്ര ഇഷ്ടമുള്ള വസ്ത്രമാണെങ്കിലും അള്ളാന്റെ പ്രവാചകൻ ചോദിച്ചില്ലേ? ചോദിച്ചാൽ അത് കൊടുക്കും, തരും, നിനക്ക് അറിഞ്ഞൂടെ? എന്തിനാ ഇത് ചോദിച്ചത്? നല്ല പണിയായില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, ഇന്നി വല്ലാഹി മാ സഅൽതുഹു ലിയൽബസഹാ. പിന്നെ നിങ്ങൾക്കൊരു വർത്താനം കേൾക്കണം, നിങ്ങൾക്ക് മുഖം ചൊളിച്ചില്ലേ? ഞാൻ ഈ വസ്ത്രം എന്തിനാണെന്നറിയോ? പൊന്നു നബി മുഹമ്മദ് മുസ്തഫാനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത് എന്തിനാണെന്നറിയോ? ഞാനത് ചോദിച്ചത് ഞാനത് ചോദിച്ചത് അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ തട്ടിയ വസ്ത്രമാണത്. ആ വസ്ത്രം എനിക്ക് തന്നാലും എന്നെ മറവ് ചെയ്യുമ്പോഴേ ആ പ്രവാചകന്റെ ശരീരത്തിൽ തട്ടിയ തുണി അതിൽ എന്നെ പൊതിഞ്ഞു കൊണ്ടുപോയി ആനടി മണ്ണിലേക്ക് വെക്കുമ്പോൾ അത് വലിയ പുണ്യമാകുമല്ലോ, അതെനിക്ക് സന്തോഷം തരുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ആ വസ്ത്രം ചോദിച്ചത്. അള്ളാന്റെ റസൂൽ ഇഷ്ടം പോലെ ധരിച്ച ഇഷ്ടപ്പെട്ട ആ വസ്ത്രം എനിക്ക് കിട്ടിയാൽ അതിന്റെ കബറിൽ എനിക്ക് ഇഷ്ടമാകും, എനിക്കത് സന്തോഷമാണ്. അതിനുവേണ്ടി മേടിച്ചതാണ്, ആളാവാൻ വേണ്ടി. നബിന്റെ കുപ്പായെന്നും പറഞ്ഞ് നിങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് മേടിച്ചത്. എന്നെ കഫൻ ചെയ്യുമ്പോൾ അതെന്റെ കഫൻ തുണിയാവണം, എന്റെ കഫൻ തുണിയാവണം. അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതിനാണ് ആ മനുഷ്യനെ പിന്നീട് ആ മഹാനെ കവർ മറവ് ചെയ്തത്. അപ്പോ മഹാന്മാരുടെ ആസാറുകളും പുണ്യമുള്ളതുമൊക്കെ ആണെങ്കിൽ, അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, മക്കയിലൊക്കെ പോകുമ്പോൾ ആ ഇഹ്റാം ചെയ്ത തുണി അവിടെയുള്ള സംസം വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് അത് അവിടെ ഉണക്കിയിട്ട് കൊണ്ടുവരും. അതൊക്കെ ഒരു പരീക്ഷയാണ്, അതൊക്കെ ബർക്കത്തുമായുള്ള പരീക്ഷയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതും. ഇങ്ങനെയാണ് മഹാന്മാര് കഫം തുണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പഠിപ്പിച്ചു തന്നതും. 3 തുണി കൊണ്ടാണ്. എന്നാലോ ഹജ്ജിന്റെ ഇഹ്റാം ചെയ്ത ആളുകളുണ്ട്, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവരുണ്ട്. അവർ മുഹരിമീങ്ങളായി മരണപ്പെട്ടാൽ അവർക്ക് ആകെ മൂടുന്ന വസ്ത്രം ആവാൻ പാടില്ല എന്നാണ് ശരീഅത്ത് നിയമം. എങ്ങനെയാണ്? എന്താ കാണുന്നറിയോ? ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം പാടില്ല എന്നാണ്. മരണപ്പെട്ടാലും ഒരു ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുഹരിമായി മരണപ്പെട്ടാലോ സാധാരണ നടക്കാറുണ്ട്. ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മളുടെ ആളുകൾ മരണപ്പെടാറുണ്ട്. ആ മരണപ്പെടുന്ന ആളുകളെ അവരെ കഫൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ തല മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആണിന്റെ തല മറക്കാൻ പാടില്ല. ഹാജമാരുടെ മുഖവും മറക്കാൻ പാടില്ല എന്നാണ്. തന്നെയുമല്ല അവർക്ക് സുഗന്ധങ്ങൾ അവരുടെ ശരീരത്തിലോ അവരുടെ വസ്ത്രങ്ങളിലോ പുരട്ടാനും പാടില്ല എന്നുള്ളതാണ്. എന്താ കാരണം? അവർ മരിച്ച് കബറിന്ന് വരുമ്പോഴേ ഇസ്രാഫീലിന്റെ സൂഹറന്ന കാലത്തിൽ ഊതുമ്പോഴേ കബറിന്നവർ എണീക്കുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഈ മുദ്രാവാക്യവുമായി കൊണ്ടാണ് കബറിൽ നിന്ന് ഹാജിമാര് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ തലമറക്കരുത്. നിങ്ങൾ അവർ മുഹരിമീങ്ങളാണ്. അവരെ സുഗന്ധം അവർക്ക് തേക്കരുത്. അവരിപ്പോഴും മുഹരിമീങ്ങളാണ്. അവര് അന്നും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് കബറിൽ പിടരപ്പെടുമ്പോൾ ആ കബറിൽ നിന്ന് വരുന്നത് ഈ കോലത്തിലാണ്. അതുകൊണ്ട് അവരെ തലമറക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങന്മാരുണ്ടാകും. ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് സുഗന്ധം പാടില്ല. അവർക്ക് പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഇതൊന്നും പാടില്ലാത്ത രീതിയിലാണ്, സുഗന്ധമൊന്നും പാടില്ലാത്ത രീതിയിലാണ് വേണ്ടത്. മുഹരിമായ മനുഷ്യന് ഹറാമായപ്പോ മരിച്ചപ്പോഴും അത് ഹറാമായ. എന്നാൽ ഇദ്ദയിൽ ഭർത്താവ് മരണപ്പെട്ട പെണ്ണ് 4 മാസവും 4 ഖുർആൻ പറഞ്ഞ 4 മാസവും 10 ദിവസവും ഇരിക്കുന്ന വേളയിൽ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ആ പെണ്ണിന് അഥവാ ഇദ്ദ ആചരിക്കുന്ന വേളയിൽ അവൾ കളർ വസ്ത്രം ധരിക്കില്ല, സ്വർണ്ണാഭരണങ്ങളില്ല, സുഗന്ധങ്ങൾ ഉപയോഗിക്കില്ല. ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മറവ് ചെയ്യുമ്പോഴും ഇങ്ങനെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തെറ്റാവുന്നു. മഹാന്മാര് പറയാണ്
ഇരിക്കുന്ന പെണ്ണ് മരണപ്പെട്ടാൽ അവിടെ കുളിപ്പി അവിടെ കഫൻ ചെയ്യുമ്പോൾ അതിലൊക്കെ അത്തർ പൂശാവുന്നതാണ്. അവർക്ക് ഭർത്താവിന്റെ വിരഹത്തിൽ ആ വിരഹ ദുഃഖത്തോടെ ഇരിക്കാനല്ലേ അതങ്ങനെ അവർക്ക് നിർബന്ധമാക്കിയത്. അതുകൊണ്ട് മരണപ്പെട്ടതോടുകൂടി അത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഭർത്താവില്ലല്ലോ, ഇനിയിപ്പോ വിഷാദക്കാരല്ലല്ലോ, ഇനി അവൾ പോകുന്നത് യുദ്ധക്കാരിയായിക്കൊണ്ടല്ല, അതുകൊണ്ട് അവൾക്ക് സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ് എന്ന് മഹാന്മാര് പറയാൻ. ഇങ്ങനെ ഈ കഫൻ തുണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ബർക്കത്ത് തേടിച്ചുകൊണ്ട് മഹാന്മാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യുണ്ട്, മുനാഫിഖാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മോനെ വന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നിങ്ങളുടെ ഖമീസ് ഒന്ന് തരുമോ എന്റെ പിതാവിനും. ആള് മുനാഫിഖാണ്. ഒരു മുനാഫിഖായ മനുഷ്യൻ മനസ്സ് വിശാലത നോക്കൂ, പ്രവാചകന്റെ അള്ളാഹ് റസൂലിന്റെ വിശാലം, മനസ്സിന്റെ വിശാലം നോക്കൂ നിങ്ങൾ. അള്ളാന്റെ റസൂലുടനെ തന്നെ ഖമീസ് ഊരിയിട്ട് മോന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതേ ഖമീസിൽ മുനാഫിഖായ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ ഖബറിലേക്ക് വെക്കുകയാണ്. അവിടെ മയ്യത്ത് കഫൻ ചെയ്ത് വെച്ചപ്പോൾ അവിടെ പോയി നിസ്കരിക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ നിൽക്കുകയാണ്. ആ മനസ്സിന്റെ വിശാലം നോക്കൂ നിങ്ങൾ. ഖത്താബ് പിടിച്ചു വലിച്ചു, നബിയെ ഇത് മുനാഫിഖല്ല, നിങ്ങൾ എങ്കിലും നിസ്കരിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ? എന്താ പറയുക? നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, നിങ്ങൾ എത്ര ഇസ്തിഗ്ഫാർ നടത്തിയാലും പൊറുക്കൂല എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്കിഷ്ടം ചെയ്യാൻ എന്നോട് പറഞ്ഞ ഇസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണം നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തണ്ട. പക്ഷേ ഇൻതസ്തഗ്ഫിർ ലഹും 70 മറ, 70 തവണ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ദാലിക്, പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. ലാലിക ബിഅന്നഹും കഫറു ബില്ലാഹി വറസൂലി, അവർ അവിശ്വാസികളായി അവിശ്വസിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി നിസ്കരിച്ചു. പിന്നീട് ഇറങ്ങി വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ വലാ തഖും വലാ ഖബൻ. ഇവിടെയും ഖമീസ് ധരിക്കാൻ വേണ്ടി പ്രവാചകന്റെ ഖമീസിന് വേണ്ടി ചെല്ലുകയും പ്രവാചകൻ അത് കൊടുക്കുകയും ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ തന്നെയും അല്ല. ഒരു കാര്യം കൂടി വല്ലതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൈ വെക്കുമ്പോൾ നീളത്തിൽ വെക്കുന്നുണ്ട്, ഇങ്ങനെ വെക്കുന്നുണ്ട്. ചില മയ്യിത്തുകൾ കാണാൻ ഇങ്ങനെ കെട്ടിയിട്ട് വരുന്നു, ചിലത് വേണമെങ്കിൽ നിവർത്തിയിട്ട് വരുന്നുണ്ട്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നെഞ്ചിന്റെ മുകളിൽ ഇങ്ങനെയാണോ വെക്കേണ്ടത്, ഇങ്ങനെയാണോ വെക്കേണ്ടത്? സൗകര്യം മഹാന്മാര് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് രീതിയിലുമാകാം എന്നുള്ളതാണ് മഹാന്മാർ. രണ്ടും പറ്റും. പക്ഷേ കബറടക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ വെക്കലല്ല, കൈ നിവർത്തി വെക്കലാണ്. നെഞ്ചിന്റെ മേൽ കൈ വെക്കലും ഇരുഭാഗമിൽ താഴ്ത്തുന്നതും ഒരു പോലെയാ നിയമം രണ്ടും വന്നാൽ ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം. പക്ഷെ നല്ലത് നീട്ടിവെക്കണം. കബറിലേക്ക് വെക്കുമ്പോഴേ അത് പ്രയാസമുണ്ടാകുമെന്നുള്ള കാര്യം കൊണ്ട് നിവർത്തി വെക്കണം. പെണ്ണാണെങ്കിലോ പെണ്ണിന്റെ നെഞ്ചിൻ മുകളിലും കെട്ടേണ്ടതാ, അവൾക്കുള്ള മാറുല യാതിരക്കാൻ നല്ലതാ. പെണ്ണാകുമ്പോൾ ഇങ്ങനെ നല്ലതാണ്, അവിടെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വലയാതിക്കുന്നത് ഇങ്ങനെയാണ്. ആണാവുമ്പോൾ നിവർത്തി വെക്കലാണ്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടണമാരി ആവണമെന്നില്ല എന്നും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കേണ്ട. നിവർത്തി വെച്ചെങ്കിലേ നമുക്ക് കബറടക്കാൻ സൗകര്യപ്പെടും, അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം നബവി തങ്ങൾ പറയും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും